ഹായ് ഫ്രണ്ട്സ്, +2 എക്സാംസ് എല്ലാം കഴിഞ്ഞു. ഇനി അഡ്മിഷന്റെ ടൈമാണ്. അപ്പോൾ കോമൺ ആയിട്ട് സ്റ്റുഡൻസ് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. കേരളത്തിൽ എങ്ങനെയാണ് BSc നഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കുക, അതുപോലെ തന്നെ എത്ര കോളേജുകളുണ്ട്, എത്ര സീറ്റുകളാണ് വരുന്നത്, പ്രധാനമായും ഏതൊക്കെ അലോട്ട്മെന്റുകളിലൂടെയാണ് സീറ്റുകൾ ലഭിക്കുക, അതുപോലെ എത്ര മാർക്ക് വേണം കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കാനായിട്ട് എന്നുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ പേര് രാജ്കിരൺ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുൻപായി വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യുക. ജോലി സാധ്യതയുള്ള ഒരു കോഴ്സ് പഠിക്കുക എന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നം തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസും ചൂസ് ചെയ്യുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് BSc നഴ്സിംഗ് ആണ്. അപ്പോൾ കേരളത്തിൽ എങ്ങനെയാണ് BSc നഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായും 4 അലോട്ട്മെന്റ് പ്രൊസീജിയറിലൂടെയാണ് നമുക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. അതായത് LBS അലോട്ട്മെന്റ്, PNC MAC അലോട്ട്മെന്റ്, CPAS അലോട്ട്മെന്റ്, അതുപോലെ തന്നെ AMCS FNCK അലോട്ട്മെന്റ് എന്നീ 4 അലോട്ട്മെന്റ് വഴിയാണ് കേരളത്തിലെ 14 ജില്ലകളിലെ നഴ്സിംഗ് കോളേജുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. ഇനി എത്ര കോളേജുകളുണ്ട്, എത്ര സീറ്റുകളുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ 14 ജില്ലകളിലായിട്ട് 155 നഴ്സിംഗ് കോളേജുകളാണ് വരുന്നത്. ഈ 155 നഴ്സിംഗ് കോളേജുകളിലായിട്ട് ടോട്ടൽ വരുന്ന നമ്പർ ഓഫ് സീറ്റ്സ് എന്ന് പറയുന്നത് 10,500 സീറ്റിന് താഴെയാണ്. ഈ 10,500 സീറ്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ്, മാനേജ്മെന്റ്, സെൽഫ് ഫിനാൻസിങ്, ഗവൺമെന്റ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിങ് എല്ലാ കോളേജുകളും ഉൾപ്പെടെയാണ്. ടോട്ടലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ കോളേജുകളും, അതായത് ഗവൺമെന്റ് എല്ലാ കോളേജുകളും ഉൾപ്പെടെ 155 നഴ്സിംഗ് കോളേജുകൾ മാത്രമാണ് കേരളത്തിൽ വരുന്നത്. ഇനി അലോട്ട്മെന്റുകളെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ LBS അലോട്ട്മെന്റ് വഴിയാണ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസിന് കേരളത്തിൽ BSc നഴ്സിംഗ് പഠിക്കാൻ അവസരം കിട്ടുന്നത്. അതായത് ഏകദേശം 7,300ഓളം സീറ്റുകളിലേക്കാണ് LBS അലോട്ട്മെന്റ് വഴി സ്റ്റുഡൻസിന് കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കുന്നത്. അതുപോലെ തന്നെ CPAS അലോട്ട്മെന്റ് വഴി ഏകദേശം 450 സ്റ്റുഡൻസിനാണ് അഡ്മിഷൻ ലഭിക്കുക. AMCS FNCK അലോട്ട്മെന്റ് വഴി ഏകദേശം 1,200 സ്റ്റുഡൻസിനും PNC MAC അലോട്ട്മെന്റ് വഴി ഏകദേശം 1,500 സ്റ്റുഡൻസിനുമാണ് കേരളത്തിൽ അലോട്ട്മെന്റ് ലഭിക്കുന്നത്. അപ്പൊ ടോട്ടലായിട്ട് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 4 അലോട്ട്മെന്റ് വഴിയും അഡ്മിഷൻ ലഭിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 10,500-ൽ താഴെയാണ്. ഈ 4 അലോട്ട്മെന്റ് കൺസിഡർ ചെയ്യുമ്പോൾ ടോട്ടലി 10,500 സ്റ്റുഡൻസിന് മാത്രമാണ് കേരളത്തിൽ നഴ്സിംഗ് പഠിക്കാൻ പറ്റുന്നത്. കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം ഏകദേശം LBSൽ മാത്രം 1,14,000-ഓളം കുട്ടികളാണ് അപ്ലിക്കേഷൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ കുട്ടികളിൽ നിന്നും ടോട്ടല് കേരളത്തിൽ പഠിക്കാൻ പറ്റുന്നത് 10,500 സ്റ്റുഡൻസിന് മാത്രമാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ BSc നഴ്സിംഗിന് എത്രത്തോളം സാധ്യതകളാണെന്നുള്ളതെന്ന്. അപ്പൊ കഴിഞ്ഞ വർഷം തന്നെ 1,14,000 കുട്ടികളാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഈ വർഷത്തെ കണക്കുകൾ പ്രകാരം അതിലും കൂടുതൽ സ്റ്റുഡൻസ് ആണ് BSc നഴ്സിംഗിനെ അഡ്മിഷൻ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് കൂടുതൽ മാർക്ക് വാങ്ങിയിട്ടുള്ള സ്റ്റുഡൻസിന് തന്നെ ആയിരിക്കും. ഈ കൂടുതൽ മാർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കാണ്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ സബ്ജക്റ്റുകളിലെ +2 വരുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇൻഡെക്സ് മാർക്ക് എന്താണ്, നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ 10,000 സീറ്റ്സിന് വേണ്ടിയിട്ട് 1 lakh+ സ്റ്റുഡൻസ് ആണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ മാർക്ക് നിങ്ങൾ വിശകലനം ചെയ്തിട്ട് മാത്രം ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക. പിന്നെ സ്റ്റുഡൻസ് കോമൺ ആയിട്ട് ചോദിച്ചൊരു ഡൗട്ടാണ് കേരളത്തിലെ മാനേജ്മെന്റ് സീറ്റുകളിലേക്ക് എങ്ങനെയാണ് അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളത്. ഇപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു കോളേജ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ LBS വഴിയാണ് പകുതി സീറ്റ് അലോട്ട്മെന്റ് ലഭിക്കുന്നത്. അതായത് ഗവൺമെന്റ് കോളേജുകൾ അല്ലാത്ത മറ്റെല്ലാ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും പകുതി സീറ്റിലേക്ക് LBS അലോട്ട്മെന്റ് വഴിയും ബാക്കി പകുതി സീറ്റുകളിലേക്ക് PNC MAC അല്ലെങ്കിൽ AMCS FNCK അലോട്ട്മെന്റ് വഴിയാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു നഴ്സിംഗ് കോളേജിൽ ഡയറക്റ്റ് പോയിട്ട് മാനേജ്മെന്റ് സീറ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. എല്ലാ സീറ്റുകളും അലോട്ട്മെന്റ് വഴിയായി തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി ഏതെങ്കിലും വ്യക്തികളോ സ്ഥാപനങ്ങളോ നിങ്ങൾക്ക് കേരളത്തിൽ നഴ്സിംഗ് സീറ്റ് എടുത്തു തരാം എന്നുള്ളൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് സൂക്ഷ്മമായിട്ട് തന്നെ പരിശോധിക്കണം. കാരണം ഇങ്ങനൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ചതിയിൽ പെടാതിരിക്കുക എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. BSc നഴ്സിംഗ് അഡ്മിഷൻ നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. എല്ലാവിധ അപ്ഡേറ്റ്സും, അതായത് അഡ്മിഷനെ കുറിച്ചുള്ള BSc നഴ്സിംഗ് അഡ്മിഷന്റെ എല്ലാവിധ അപ്ഡേറ്റ്സുകളും ആ ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ താഴെ കാണുന്ന ഹെൽപ്പ് ലൈൻ നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്തിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇതിനുള്ള അപ്ഡേറ്റ്സ് അറിയാനായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യുക. BSc നഴ്സിംഗിന് അഡ്മിഷൻ നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.